കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കണ്ടില്ലേ അമ്മ തൊഴുതൊക്കെ നിൽക്കുന്നത്. അമ്മ ഞങ്ങൾ പുതിയൊരു വാഹനമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹുണ്ടായുടെ എക്സ്ട്രാ ആണ് ഞങ്ങളെടുത്ത വാഹനം. അതിൻ്റെ ഒരു കാർ എടുക്കാൻ പോകുന്ന വ്ളോഗൊക്കെ നമ്മുടെ ഈ ചാനലിൽ കിടപ്പുണ്ട്. എല്ലാവരും വീഡിയോ കാണാത്തവരൊന്ന് കയറി കാണുക കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ തേവള്ളി പാലത്തിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ തേവള്ളി പാലത്തിലൂടെ ഞാൻ വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ബൈപ്പാസിലാണെങ്കിൽ പണിയൊക്കെ നടക്കുവാണ്. അതുകൊണ്ട് ഞങ്ങൾ രാമംകുളങ്ങര വഴിയുള്ള റൂട്ടിലാണ് വന്നത്. അപ്പോൾ അതേ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അമ്മ കാറിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. അപ്പോൾ എൻ്റെ കുടുംബക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചവറ കഴിഞ്ഞ് ശങ്കരമംഗലം ഉണ്ടല്ലോ, അവിടെ ടൈറ്റാനിയം എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്, അവിടാണ് കേട്ടോ. അപ്പോൾ അവിടെ തെങ്ങുംപള്ളി എന്നാണ് എൻ്റെ കുടുംബക്ഷേത്രത്തിൻ്റെ പേര്. അപ്പോൾ അമ്പലത്തിൽ 7 ദിവസം സപ്താഹവും 2 ദിവസം ഉത്സവം, അങ്ങനെയാണ് അവിടുത്തെ പരിപാടി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിലെ മേൽശാന്തി, രഞ്ജിത്ത് ശാന്തി എന്നാണ് പേര് കേട്ടോ. അപ്പോൾ ശാന്തിക്ക് ഞങ്ങൾ അച്ചായി പൂമാലയും പിന്നെ വിളക്കെണ്ണ, വിളക്കിൽ തിരി, ചന്ദനത്തിരി കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാ വർഷവും ഉത്സവത്തിന് വരുമ്പം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പൂമാല അച്ചായി പറഞ്ഞ് ശാന്തി എടുത്ത് ഇപ്പം തന്നെ ഒന്ന് ചാർത്തി കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പൂമാലയൊക്കെ ശാന്തി എടുക്കുവാണേ, എടുത്തിട്ട് ചാർത്താനായിട്ട് പോവുകയാണ് കേട്ടോ. നല്ല സ്നേഹമുള്ള ശാന്തിയാണ്, നമ്മുടെ അമ്പലത്തിൻ്റെ ഐശ്വര്യം കൂടിയാണ് രഞ്ജിത്ത് ശാന്തി കേട്ടോ. അത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ശാന്തി പൂമാല ചാർത്താൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ദേവിയൊന്നും എടുത്തിട്ടില്ല, ശരിയല്ലല്ലോ. അപ്പോൾ നമ്മുടെ അമ്പലം ചുറ്റി കാണിക്കുകയാണേ. അപ്പോൾ 1 ഏക്കർ സ്ഥലത്താണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൻ്റെ കാവാണ് കേട്ടോ. അപ്പോൾ കാവിൽ ഞാനും അമ്മയൊക്കെ തൊഴാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉത്സവമായ ഇവിടെ വന്നില്ലെങ്കിൽ മനസ്സിലൊരു തൃപ്തിയില്ല. എൻ്റെ 2 ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിന്നത്. അപ്പോൾ ഞാനും അമ്മയൊക്കെ തൊഴുതിങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു അച്ചായി പെട്ടെന്ന് വന്നത് കേട്ടോ. അപ്പോൾ അച്ചായി പറയാണ് അവിടെ അന്നദാനം നടക്കുന്നുണ്ട്, അധികം തിരക്കാവുന്നതിന് നമുക്ക് അങ്ങോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവിടെ സപ്താഹം നടക്കുന്നുണ്ട്. സപ്താഹ പന്തൽ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് സപ്താഹമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അന്നദാനമൊക്കെ കഴിക്കാൻ പോയത് കേട്ടോ. ഇതിപ്പോൾ കെട്ടിയതാണേ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ അച്ചായിയുടെ അമ്പലത്തിൽ നിന്ന് ഒരു 10-11 മണിയെങ്കിലും ആവും അച്ചായി നിൽക്കുന്ന ക്ഷേത്രം അടയ്ക്കാൻ. അപ്പോൾ ക്ഷേത്രമെല്ലാം അടച്ചതിന് ശേഷമാണ് നമ്മൾ തെങ്ങുംപള്ളിയിൽ നമ്മുടെ അമ്പലത്തിൽ തൊഴാൻ വന്നിരിക്കുന്നത്. 1 മണി വരെ സപ്താഹം നടക്കുന്നതുകൊണ്ട് അമ്പലം ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ എല്ലാ ദിവസവും 10 മണിക്ക് നമ്മുടെ ക്ഷേത്രം അടയ്ക്കും. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ പാവുമ്പ കാളി അമ്മയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ടാണ് ദുർഗാദേവിയുടെ ഓപ്പോസിറ്റായിട്ടാണ് അമ്മ ഇരിക്കുന്നത്. അപ്പോഴവിടെ ഇങ്ങനെ അമ്മയുടെ ബാക്കിൽ മരത്തിൽ ഇങ്ങനെ മോതിരങ്ങൾ നമ്മൾ നേർച്ചയായിട്ട് കിട്ടും. അതാണ് ഞാൻ കാണിച്ചത്. അങ്ങനെ ബാക്കിയുള്ള ഉപദേവങ്ങളെയൊക്കെ അമ്മ തൊഴുതു. അതിനുശേഷം ഞങ്ങൾ അന്നദാനം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. വളരെ നല്ല അന്നദാനമായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് ഇങ്ങനെ വലക്കകത്താണ് കെട്ടിയിടുന്നത്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് പടിത്തര പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അർച്ചനയൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിൻ്റെ പ്രസാദം എല്ലാം അച്ചായി കാറിനകത്ത് വെച്ച് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ കൂട്ടുകാരെ, ടാറ്റാ.